കാരുണ്യവാനായ ദൈവം. ലോകത്തിലെ ഏറ്റവും വിലയേറിയ യാഥാർത്ഥ്യങ്ങളിലൊന്നാണ് ദൈവിക കാരുണ്യം. ദൈവിക സൃഷ്ടികളായ നമുക്ക് അവൻ്റെ പരമാധികാരത്തിൽ മാത്രമല്ല, അവൻ്റെ നന്മയിലും മഹത്വത്തിൽ മാത്രമല്ല, സൗമ്യതയിലും അവൻ്റെ അഗാധമായ ശക്തിയിൽ മാത്രമല്ല, അവൻ്റെ അത്ഭുതകരമായ ആർദ്രതയിലും ദൈവത്തെ കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നു. നമുക്ക് കരുണ ലഭിച്ചു എന്നതിൻ്റെ അർത്ഥം നാം അവൻ്റെ അനുഗ്രഹത്തിന് അർഹരല്ല എന്ന് മാത്രമല്ല, നീതിയുടെ ശിക്ഷയ്ക്ക് അർഹരാണെന്നാണ്. നാം എല്ലാവരും അവൻ്റെ കോപത്തിന് കീഴിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയ്ക്കായി നമുക്ക് യാചിക്കാം. ദൈവം വീണ്ടും വീണ്ടും തൻ്റെ കരുണയിലേക്ക് തിരിയുവാൻ ലോകത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയുടെ ആദ്യ ദർശനം ലഭിച്ചത് മോശയ്ക്കാണ്. മോശെ ദൈവത്തോട് തൻ്റെ മഹത്വം കാണിക്കുവാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ഉത്തരം, ഞാൻ എൻ്റെ സകല നന്മയും നിന്റെ മുൻപാകെ കടത്തിവിടും. കർത്താവ് എന്ന എൻ്റെ നാമം നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ കാണിക്കുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ കാണിക്കും. കരുണ കാണിക്കുവാൻ മനസ്സുള്ളവനോട് കരുണ കാണിക്കും. മഹത്വം കാണിക്കുവാൻ മോശെ അപേക്ഷിച്ചപ്പോൾ ദൈവം തൻ്റെ നന്മയെ കൃപയിലും കരുണയിലും പ്രദർശിപ്പിക്കുന്നു. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, ആയിരത്തിന് ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. പുറപ്പാട് 34:6-7 വാക്യങ്ങൾ. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ദൈവം അനീതിയുള്ളവനല്ല, അവൻ നീതിമാനാണ്. എന്നാൽ അവൻ്റെ മഹത്വത്തിൻ്റെ പ്രധാന വെളിപ്പെടുത്തൽ അവൻ്റെ കരുണയാണ്. അവൻ കോപത്തിന് താമസമുള്ളവനാണ്. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കു മാത്രം. തിന്മയോടുള്ള ദൈവിക നീതിയുടെ പ്രതികരണം കോപമാണ്, പക്ഷെ അത് സാവധാനത്തിൽ നടക്കുന്നു. കരുണാമയനായ ദൈവത്തെക്കുറിച്ച് മോശയിലൂടെയുള്ള ദർശനം ഇസ്രയേലിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലായി മാറി. ഇസ്രയേൽ പാപത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ ദൈവിക കരുണയുടെ ഓർമ്മപ്പെടുത്തൽ പലപ്പോഴും അവരെ തിരികെ കൊണ്ടുവരുവാൻ കാരണമായി. പ്രവാചകന്മാർ ദൈവത്തെ കൃപയും കരുണയുമുള്ളവൻ എന്ന് ആഘോഷിച്ചു. ഇസ്രയേലിൻ്റെ രാജാവായ സങ്കീർത്തനക്കാരൻ ദാവീദ് ദൈവിക കരുണയിൽ സ്വയം അർപ്പിച്ചു. 51-ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു: ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ദൈവിക കരുണയുടെ ബഹുത്വത്തിൽ ആശ്രയിച്ച് ഓരോ ദിവസവും ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.